Okay, good afternoon. Okay. നമുക്ക് ഫോർത്ത് മോഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാം. ആണ് നിങ്ങളുടെ സിലബസ് വരുന്നത്. മെയിൻലി ഡീൽസ് വിത്ത് സസ്പെൻഷൻ സിസ്റ്റം ആണ് നമുക്ക് ഇതിനകത്ത് ഡീൽ ചെയ്യുന്നത്. എന്തൊക്കെയാണ് സസ്പെൻഷൻ സിസ്റ്റംസ്, സസ്പെൻഷൻ ഡോമെട്രി, അങ്ങനെ കുറെ കാര്യങ്ങൾ വരുന്നുണ്ട്. ഇത്രയാണ് എൻ്റെ സിലബസ് വരുന്നത്. നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം. ഓക്കെ, ബാക്കിയുള്ളവർ ജോയിൻ ചെയ്തോളും. സസ്പെൻഷൻ ജോമെട്രി. അപ്പോൾ ഇതിന്റെ സസ്പെൻഷൻ ഇപ്പൊ നമുക്കറിയാം, ഒരു ഓട്ടോമൊബൈൽ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് എന്താണ് പല ടൈപ്പ് സസ്പെൻഷൻ സെറ്റപ്പുകളുണ്ട്. അതായത് നമുക്കറിയാം, നല്ലൊരു ഡ്രൈവിംഗ് കംഫർട്ട് കിട്ടാൻ വേണ്ടി ഷോക്ക് അബ്സോർബറും അങ്ങനെ കുറെ സെറ്റ് കാര്യങ്ങളുണ്ട് ഏതൊരു കാർ എടുത്താലും. അപ്പൊ അതിന്റെ എത്രത്തോളം ലക്ഷറി ആയിട്ടുള്ള വണ്ടികളാണോ അതിനത്രത്തോളം സസ്പെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സസ്പെൻഷൻ ബേസിക്കലി ഇതിനു വേണ്ടി മാത്രമല്ല, അല്ലാതെ വേറെ കുറെ ഫങ്ഷൻസ് വരുന്നുണ്ട്. അതൊക്കെ നമുക്ക് വഴിയെ കാണാം. For better stability and effectiveness in handling of a vehicle, it depends upon the designer's choice of optimum steering and suspension geometry, which particularly includes the wheel camber, caster and kingpin inclination. അപ്പൊ ഇതേപോലുള്ള കുറെ സസ്പെൻഷൻ ജോമെട്രീസ് വരുന്നുണ്ട്. നമ്മളിത് ഓൾറെഡി പഠിച്ച കാര്യമാണ്. എന്താണ് വീൽ ക്യാമ്പർ, കാസ്റ്റർ, കിങ്പിൻ ഇൻക്ലിനേഷൻ. ഇതൊക്കെ നമ്മൾ ഓൾറെഡി സ്റ്റിയറിംഗിന്റെ കേസിൽ, സ്റ്റിയറിംഗ് മെക്കാനിസത്തിന്റെ കേസിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് ജോമെട്രി, ഇതിനൊക്കെ നമ്മൾ സസ്പെൻഷൻ ജോമെട്രി, സസ്പെൻഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറെ ജോമെട്രി പറയുന്നുണ്ട്. ഈ പറഞ്ഞ ക്യാമ്പർ ആംഗിൾ, കാസ്റ്റർ ആംഗിൾ, കിങ്പിൻ ഇൻക്ലിനേഷൻ, ഇതൊക്കെ വരുന്നുണ്ട് സസ്പെൻഷൻ ജോമെട്രിയിൽ. അപ്പൊ ഇങ്ങനെയുള്ള ജോമെട്രിക്കൽ വാല്യൂസ്, അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ആവശ്യം വരും. Throughout their service, it is necessary for the suspension members to maintain these settings. അപ്പം ഒരു എന്താ പറയാ, ഒരു യൂസ്ഫുൾ ലൈഫ്, ഒരു ഓട്ടോമൊബൈൽ എടുക്കുകയാണെങ്കിൽ അതിന്റെ യൂസ്ഫുൾ പീരീഡ് ഓഫ് ലൈഫ് ഉണ്ടാവും, സർവീസ് ലൈഫ് ഉണ്ടാവും. അവിടെയൊക്കെ നല്ല രീതിയിൽ അത് വർക്ക് ചെയ്യണമെങ്കിൽ, റിലയബിൾ ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ എന്താണ് ഇങ്ങനെയുള്ള ഇതിന്റെ ജോമെട്രി ഒക്കെ എന്താണ് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. അപ്പൊ അതിന്റെ എന്തെങ്കിലും എന്താ പറയാ ഡിഫക്ട്സ് വരികയാണെങ്കിൽ അതിനെ നമ്മൾ അപ്പപ്പ റെക്ടിഫൈ ചെയ്ത് പോകണം. അപ്പൊ അതിനു വേണ്ടിയാണ് നമ്മൾ അത് കൺസിഡർ ചെയ്യാൻ വേണ്ടിയാണ് കുറച്ച് സസ്പെൻഷൻ ജോമെട്രീസ് നമ്മൾ കൺസിഡർ ചെയ്യുക. The pivoting and swiveling joints of the suspension system are subjected to both wear and damage. അപ്പൊ നമുക്കറിയാം, ത്രൂ ഔട്ട് ഈ ഇങ്ങനെ ലോങ് റൺ
ഇങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോൾ എന്താണ് സ്വാഭാവികമായിട്ടും വേറും ടയറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ഡാമേജസ് ഒക്കെ ഉണ്ടാവും. ഈ പറഞ്ഞ സ്വെല്ലിംഗ് ജോയിന്റ്സ്, പിവട്ടിംഗ് ജോയിന്റ്സ്, കിങ് ജോയിന്റ്സ്, ഇവിടെ എല്ലായിടത്തും എന്താണ് വേറും ഡാമേജ് ഒക്കെ ഉണ്ടാവും. Due to this, they may be inspected periodically. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ റെഗുലർ മെയിൻ്റനൻസ് അല്ലെങ്കിൽ പീരിയോഡിക് ആയിട്ട് നമ്മൾ ഇൻസ്പെക്ഷൻസ് നമ്മൾ നടത്തി മെയിൻ്റനൻസ് ചെയ്ത് പോകണം. With proper understanding of the principles of suspension geometry and their measurements, it is possible to diagnose and rectify any kind of suspension faults. അപ്പോൾ ഈ പറഞ്ഞ സസ്പെൻഷൻ ജോമെട്രീസ് നമ്മൾ പറഞ്ഞു, കുറെ ആംഗിളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ. അപ്പോൾ ഈ സസ്പെൻഷൻ ജോമെട്രീനെയൊക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കിയാൽ എന്താണ്, അതുപോലെ അത് മെഷർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇനി എന്തേലും സസ്പെൻഷൻസിലൊക്കെ എന്തേലും ഫോൾട്ട് വരികയാണെങ്കിൽ, ഫെയിലുവേഴ്സ് എന്തെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ അതൊക്കെ നമുക്ക് ഡയഗണൈസ് ചെയ്യുകയും അതുപോലെ അതിനെ റെക്ടിഫൈ ചെയ്യാനും സാധിക്കും. അപ്പോൾ ഇതാണ് വീൽ ക്യാമ്പർ ആംഗിൾ. ഇതിപ്പോ നമുക്ക് സ്റ്റിയറിംഗിന്റെ കേസിൽ പറഞ്ഞ കാര്യം തന്നെയാണ്. വീൽ ക്യാമ്പർ ആംഗിൾ എന്തായിരുന്നു? വീൽ ക്യാമ്പർ ആംഗിൾ ഈ കാണുന്നത് അല്ലെ. അതായത് ഇവിടാണ് ബോഡി ഇരിക്കുന്നത്, വണ്ടിയുടെ ബോഡി. ഇപ്പൊ ഇതിന്റെ ഒരു ലെഫ്റ്റ് സൈഡിലെ വീലാണെന്ന് കരുതുക. അപ്പൊ ഇതിന് ഒരു ഇൻക്ലിനേഷൻ വരുന്നുണ്ട് അല്ലെ. വെർട്ടിക്കലിൽ നിന്ന് ഒരു ബീറ്റ ആംഗിൾ മാറിയിട്ട് ഇൻക്ലൈൻഡ് ആണ്. അപ്പൊ ആ ആംഗിളിനെ നമ്മൾ എന്താ പറയുന്നത്, ക്യാമ്പർ ആംഗിൾ എന്ന് പറയും. അപ്പൊ ഇങ്ങനെ ഒരു ഇൻക്ലിനേഷൻ വന്നതുകൊണ്ട് ഈ ഒരു മോഡലിലായിരിക്കും ടോപ്പ് ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക, ബോട്ടം ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ടോപ്പ് എവേ അല്ലെങ്കിൽ ബോഡിയുടെ എവേ ആണ് ഈ ടോപ്പ് പോർഷൻ മൂവ് ചെയ്തേക്കുന്നത് അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ളതിനെ നമ്മൾ എന്താ പറയാ, ഇതിനെ നമ്മൾ പോസിറ്റീവ് ക്യാമ്പർ ആംഗിൾ എന്ന് പറയും. ഇനി നേരെ തിരിച്ചാണെങ്കിൽ നെഗറ്റീവ് ക്യാമ്പർ ആംഗിൾ. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾറെഡി. അപ്പൊ അതിന്റെ ജസ്റ്റ് ഒരു ഡെമോ ഉണ്ട്. ജസ്റ്റ് ഈ ഒരു പറഞ്ഞ ക്യാമ്പർ ആംഗിൾ, കാസ്റ്റർ ആംഗിൾ, ടോ ഇൻ, ടോ ഔട്ട്, അതുപോലെ കിങ് പിൻ ഇൻക്ലിനേഷൻ അല്ലെ സ്വിവൽ ആംഗിൾ ഇൻക്ലിനേഷൻ, ഇതെല്ലാം ക്യാമ്പർ ആംഗിൾ ഈ കാണുന്നതായിരുന്നു. ഇത് വീൽ ആക്സിസ്, നോർമൽ ആക്സിസ്, ഇത് തമ്മിൽ മേക്കുന്ന ആംഗിൾ ആയിരുന്നു ക്യാമ്പർ ആംഗിൾ. ഇനി ഇത് പോസിറ്റീവ് ക്യാമ്പർ ആയിരുന്നു എവേ. ഇത് രണ്ടും കോയിൻസൈഡ് ചെയ്താൽ 0. ഇനി ടുവേർഡ്സ് ദ ബോഡി ആണെങ്കിൽ എന്തായിരിക്കും, നെഗറ്റീവ് ക്യാമ്പർ ആംഗിൾ വരും. ഇനി കാസ്റ്റർ ആംഗിൾ, ഇതാണ് നോർമൽ ആക്സിസ് ആണ് റോഡിന് നോർമൽ ആയിട്ട്. ഇനി സ്റ്റിയറിംഗിന്റെ ആക്സിസ്, സ്റ്റിയറിംഗിന്റെ കിങ് പിൻ വെച്ചേക്കുന്നത്, കിങ് പിന്നിന്റെ ആക്സിസ്, കിങ് പിൻ ഈ ഒരു ഡയറക്ഷനിലാണെങ്കിൽ അതിന് നമ്മൾ പോസിറ്റീവ് കാസ്റ്റർ ആംഗിൾ, അതായത് വണ്ടി ഈ സൈഡിലായിരിക്കും ഉണ്ടാവുക. ഈ കറക്റ്റ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ അതിനെ നമ്മൾ 0 കാസ്റ്റർ ആംഗിൾ എന്ന് പറയും. ഇനി കുറച്ച് ഫ്രണ്ടിലോട്ടാണ് ഇത് നിൽക്കുന്നതെങ്കിൽ കിങ് പിൻ ആംഗിൾ, ഫ്രണ്ടിൽ നിന്ന് ബാക്കിലോട്ട് നിൽക്കുകയാണെങ്കിൽ അതിന് നെഗറ്റീവ് എന്ന് പറയും. ഇനി ടോ ഇൻ, ടോ ഔട്ട്, ഈ വീലിന്റെ രണ്ടും സെയിം ഡിസ്റ്റൻസിലാണെങ്കിൽ അതിനെ നമ്മൾ എന്താ പറയാ, അത് ടോ ഇന്നും അല്ല ടോ ഔട്ടും അല്ല, പക്ഷെ ഫ്രണ്ടില് ലെസ് ഡിസ്റ്റൻസ് അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെ ടോ ഇൻ എന്ന് പറയും. ഇനി നേരെ തിരിച്ചാണെങ്കിൽ ടോ ഔട്ട്. ഇതൊക്കെ ഓൾറെഡി നമ്മൾ സ്റ്റിയറിംഗിന്റെ കേസിൽ നമ്മൾ പഠിച്ചതാണ്. സ്റ്റിയറിംഗ് ആക്സിസ് ഇൻക്ലിനേഷൻ, അതേപോലെ കിങ് പിൻ ഇൻക്ലിനേഷൻ, ഇതൊക്കെ നമുക്ക് സസ്പെൻഷനിലും വരുന്ന കാര്യങ്ങളാണ്.
സ്റ്റിയറിംഗ് ആക്സിസും വീൽ ആക്സിസും നേരെ നിൽക്കുകയാണെങ്കിൽ അതിന്റെ എന്താണ്, അല്ലെങ്കിൽ അത് പാരലൽ ആണെങ്കിൽ ഇത്രയും ഡിസ്റ്റൻസ് വരുന്നുണ്ട്. സ്ക്രബ് റേഡിയസ് എന്ന് പറയും ഇത് തമ്മിൽ മേക്കുന്ന ഡിസ്റ്റൻസ്. അതായത് ഇത് റോഡ് ഇവിടെ ആണുള്ളത്. ഓക്കെ, അപ്പോ ഈ സ്ക്രബ് റേഡിയസ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, അത്രയും ദൂരം കഴിഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ ഇവിടാണ് റൊട്ടേഷൻ നടക്കുന്നത്. അപ്പോ ഈ സ്റ്റിയറിംഗ് തിരിക്കണമെങ്കിൽ ഇത്രയും ഓഫ്സെറ്റ് ചെയ്തിട്ട് വേണം തിരിയാൻ. അതായത് ഇതിന് എബോട്ടായിട്ടാണ് റൊട്ടേറ്റ് ചെയ്യുക. പക്ഷെ റൊട്ടേറ്റ് ചെയ്യേണ്ട സാധനം എന്താണ്? വീലാണ്. അപ്പോൾ ഇത്രയും ദൂരം മാറിയിട്ടാണ്. അപ്പൊ അത്രത്തോളം സ്റ്റിയറിംഗിന് ഡിഫിക്കൽട്ടി വരും. സ്ക്രബ് റേഡിയസ് എത്രത്തോളം കുറയ്ക്കാൻ പറ്റുന്നുണ്ടോ അത്രത്തോളം നമുക്ക് സ്റ്റിയറിംഗ് എഫേർട്ട് കുറയും. അപ്പൊ അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ സാധനത്തിന് ഒന്ന് കുറച്ച് ഇൻക്ലൈൻഡ് ആക്കും. അപ്പൊ നോക്കിയാൽ നമുക്കറിയാം സ്ക്രബ് റേഡിയസ് കുറഞ്ഞു കുറഞ്ഞു ഇങ്ങനെ വരും. അപ്പൊ നമുക്ക് സ്ക്രബ് റേഡിയസ് കുറയ്ക്കാൻ കഴിയും. അപ്പൊ ഈ വരുന്ന ഈ ഇൻക്ലിനേഷൻ അതിനെ നമ്മൾ കിങ് പിൻ ഇൻക്ലിനേഷൻ എന്ന് പറയും, അല്ലെ സ്റ്റിയറിംഗ് ആക്സിസ് ഇൻക്ലിനേഷൻ എന്ന് പറയും. ഓക്കെ, wheel camber angle. അപ്പൊ നമ്മൾ പറഞ്ഞു camber angle. It is a sideway inclination of the wheel relative to the vertical. വെർട്ടിക്കലുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള inclination. In the top of the wheel leans inward towards the body. ഇപ്പൊ മുകൾ വശം എന്താണ്, രണ്ടും എന്താണ് ഉള്ളിലേക്ക് ഇൻവേർഡ്സിലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ പോയിന്റ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിന് എന്ത് പറയും? നെഗറ്റീവ് ക്യാമ്പർ എന്ന് പറയും. അതേസമയം ഔട്ട്വേർഡ് ലീനിങ് അല്ലെങ്കിൽ ബോഡിയിൽ നിന്ന് എവേ ആണെങ്കിൽ നമ്മൾ അതിനെന്ത് പറയും? പോസിറ്റീവ് ക്യാമ്പർ എന്ന് പറയും. നോർമലി റോഡ് വീൽസ് ആർ പോസിറ്റീവ്ലി ക്യാമ്പേർഡ് ടു മെയിൻറ്റെയിൻ ദ വീൽ പെർപെൻഡിക്കുലർ ടു ഏർലി ഹൈലി ക്യാമ്പേർഡ് റോഡ്സ്. ഓക്കെ, അപ്പോ പൊതുവെ എന്താണ് പോസിറ്റീവ് ക്യാമ്പേർഡ് ആണ് നമ്മൾ ഉപയോഗിക്കല്. കാരണം എന്താണ്, നമുക്ക് ഈ ഹമ്പും കാര്യങ്ങളൊക്കെ ചാടുമ്പോൾ നമുക്ക് ആ സസ്പെൻഷൻ അത് ചെയ്യുമ്പോൾ മനസ്സിലാവും. പൊങ്ങുമ്പോൾ ഓൾറെഡി അതെന്താണ്, അത് സീറോ ക്യാമ്പറിലേക്ക് മാറും. ഒരു സൈഡ് ഏതെങ്കിലും ഒരു വീല് ഒന്ന് പൊങ്ങുമ്പോൾ എന്തായിരിക്കും, കുറച്ചൊന്ന് വളയും അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പൊതുവേ നമ്മൾ പോസിറ്റീവ്ലി ക്യാമ്പേർഡ് ആയിട്ടായിരിക്കും ഓൾറെഡി ഉണ്ടാവുക. അപ്പൊ നമുക്ക് ഈ ഓട്ടോയുടെ ഒക്കെ ബാക്കിൽ നിന്ന് നോക്കിയാൽ അറിയാൻ പറ്റും ഏകദേശം ഇങ്ങനെ ചരിഞ്ഞിട്ടായിരിക്കുന്നത് എടുത്ത് കാണിക്കുന്ന. കാറിന്റെ ഒന്നും അത്ര നമുക്ക് അറിയില്ല, ഓട്ടോയുടെ ഒക്കെ ആണെങ്കിൽ നമുക്ക് എടുത്ത് കാണിക്കും അതിങ്ങനെ ചരിഞ്ഞിരിക്കുന്നതാണ്. നെക്സ്റ്റ് കിങ് പിൻ ഇൻക്ലിനേഷൻ, നേരത്തെ വീഡിയോയിൽ കണ്ട കാര്യങ്ങൾ തന്നെയാണ്. ഇറ്റ് ഇസ് എ ലാറ്ററൽ ഇൻവേർഡ് inclination from the top between the upper and lower swivel ball joints, kingpin joints, to the vertical. If the swivel ball is perpendicular to the ground, its contact center on the ground is offset to the center of the tire contact path. അതായത് നേരെ ആയിരുന്നെങ്കിൽ എന്തായിരിക്കും, കറക്റ്റ് അത് ടയർ ആക്സിസിൽ അല്ലെങ്കിൽ ടയറിന്റെ പോയിന്റിൽ തന്നെ ആയിരിക്കും ഉണ്ടാവുക. പക്ഷെ നമ്മൾ എന്താണ് ഒരു ഇൻക്ലൈൻഡ് ആയിട്ടാണ് കൊടുക്കുന്നത്. ഇതാണ് എന്റെ ഫിഗർ. നെക്സ്റ്റ് കാസ്റ്റ് ട്രയാങ്കിൾ, ഇത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടതാണ്. കാസ്റ്റ് ട്രയാങ്കിൾ ഇസ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ പിവറ്റ് ലൈൻ ആൻഡ് വെർട്ടിക്കൽ. പിവറ്റ് ലൈനും വെർട്ടിക്കലും തമ്മിൽ മേക്ക് ചെയ്യുന്നത്. പിവറ്റ് ലൈൻ എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ എന്താണ് കിങ് പിൻ ആക്സിസ്, കിങ് പിൻ ആക്സിസും അതുപോലെ വെർട്ടിക്കലും തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ്. ഇനി കാസ്റ്റ് ആംഗിൾ ക്യാൻ ബി അഡ്ജസ്റ്റഡ് ടു ഒപ്റ്റിമൈസ് എ കാർസ് ഹാൻഡ്ലിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് ഫോർ എ പർട്ടിക്കുലർ ഡ്രൈവിംഗ് സിറ്റുവേഷൻ. പോസിറ്റീവ് കാസ്റ്റ് ആംഗിൾ എപ്പോഴാണ് വരുന്നത്? ഒബ്റ്റൈൻഡ് വെൻ ദ വീൽ കോണ്ടാക്ട് സെന്റർ trails behind the pivot point at the ground level. അതായത് ഇതിന്റെ പിവട്ട് പോയിന്റ് എന്ന് പറഞ്ഞാല് ഇപ്പൊ ഇത് നോക്കിയാൽ അറിയാം. ഇവിടെ ഈ കിങ് പിൻ ആക്സിസ് ഇവിടെ ആണുള്ളത്. കിങ് പിൻ ആക്സിസ് ഇങ്ങനെയുണ്ട്. വണ്ടി ഇവിടെ ആയിരിക്കും ഉണ്ടാവുക. വണ്ടിയുടെ ഫ്രണ്ട് വശമാണ് ഇങ്ങോട്ട് വരിക.
അപ്പോൾ ഇതിന്റെ കിങ് പിൻ ആക്സിസ് ഇങ്ങനെ വരുന്നു. അത് കറക്റ്റ് പെർപെൻഡിക്കുലർ ആയിരുന്നെങ്കിൽ സീറോ കാസ്റ്റർ എന്ന് പറഞ്ഞു. അപ്പൊ അത് വന്ന് ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യുന്നത് ഈ ഒരു പോയിന്റിലാണ്. ഓക്കെ, ഇനി ആ ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യുന്ന പോയിന്റാണ് ഈ പിവട്ട് പോയിന്റ് നമ്മൾ പറയുന്നത്. ഇവിടെ ആണെങ്കിൽ എന്താണ്, ഇവിടെ ആണുള്ളത് കിങ് പിൻ ആക്സിസ്, ഇതാണ് ഇംഗ്ലണ്ട് ആണ്, ഇത് കുറച്ച് ബാക്കിലാണുള്ളത് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ പിവട്ട് പോയിന്റ് എന്ന് പറയുന്നത് എവിടെ ആയിരിക്കും? ഈ ഒരു പോയിന്റ് ആയിരിക്കും. അതായത് ഈ ടയറിനും ഫ്രണ്ടിലായിരിക്കും, അതിന്റെ ഫ്രണ്ടിലായിരിക്കും ഈ പറഞ്ഞ പിവട്ട് പോയിന്റ് ഉണ്ടാവുക. ഇനി നെഗറ്റീവ് കാസ്റ്റർ ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈ തരത്തിലായിരിക്കും ഉണ്ടാവുക. ഇതിന്റെ ആക്സിസ് ഇവിടെ ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ ഇതിന്റെ ഈ പോയിന്റ് എന്ന് പറഞ്ഞാൽ എവിടെ ആയിരിക്കും? പിവട്ട് പോയിന്റ് എന്ന് പറഞ്ഞാൽ എവിടെ ആയിരിക്കും? ബാക്കിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അതാണ് നെഗറ്റീവ് കാസ്റ്റർ ആംഗിൾ. അപ്പൊ ഇങ്ങനെ 3 കേസുകളാണ് ഉള്ളത്. ഇതിന്റെ എന്താ പറയാ, വണ്ടിയുടെ ഫിഗറും ഉണ്ട് അത്. ഇനി കോണ്ടാക്ട് പാച്ച് എന്ന് പറഞ്ഞാല് വേറെ ഒന്നുമല്ല, ടയർ ഒരു പർട്ടിക്കുലർ ഏരിയയിലാണ്, ഒരു പോയിന്റിലല്ല, ഒരു പർട്ടിക്കുലർ ഏരിയയിൽ. ഇപ്പൊ ഇവിടെ ഹാച്ച് കാണിച്ചിട്ടുണ്ട് അല്ലെ, ആ ഏരിയ അതിനെയാണ് നമ്മൾ കോണ്ടാക്ട് പാച്ച് എന്ന് പറയുന്നത്. ഓക്കെ, positive caster angle obtained when the wheel contact point center trails behind the pivot point at the ground level. അതുപോലെ നെഗറ്റീവ് കാസ്റ്റർ ആംഗിൾ. മാക്ഫെർസൺ ഫ്രിക്ഷൻ, അത് വരുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ നോക്കാനുണ്ട്. അതായത് സസ്പെൻഷൻ ടെർമിനോളജീസിൽ മെയിൻ ആയിട്ട് നമുക്ക് 4 കാര്യങ്ങൾ വരുന്നുണ്ട്. ഒന്ന് കിങ് പിൻ നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. കിങ് പിൻ അല്ലെങ്കിൽ അതിനെ നമ്മൾ സ്വിവൽ ജോയിന്റ് എന്നൊക്കെ പറയും. അതാണ് മെയിൻ പാർട്ട് ഓഫ് ദ സ്റ്റിയറിംഗ് മെക്കാനിസത്തിൽ ഉണ്ടായിരുന്ന മെയിൻ പാർട്ടായിരുന്നു എന്താണ്, കിങ് പിൻ എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ പിവട്ട് സെന്റർ. ഇപ്പൊ നമ്മൾ നേരത്തെ ഫിഗറിനകത്ത് ഇവിടെ ഒരു ഫിഗർ ഉണ്ടായിരുന്നു. ആ ഫിഗറിൽ നമ്മൾ പറഞ്ഞു പിവട്ട് സെന്റർ എന്താണ്, കിങ് പിൻ ആക്സിസ് നേരെ ഗ്രൗണ്ടിൽ വന്ന് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ഇവിടെ ആണെങ്കിൽ ഈ ഒരു പോയിന്റിലായിരിക്കും, അതിനെയാണ് നമ്മൾ പിവട്ട് സെന്റർ എന്ന് പറയും. ഇനി കോണ്ടാക്ട് പാച്ച് ആണ് ഇവിടെ കണ്ടത്. അതായത് ടയർ ഏത് ഏരിയയിലാണോ ടച്ച് ചെയ്യുന്നത് അതിന് നമ്മൾ കോണ്ടാക്ട് പാച്ച് എന്ന് പറയും. ഇനി ട്രാക്ക് എന്ന് പറയുന്നത് എന്താണ്, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എന്താണ് ബോത്ത് സ്റ്റിയറിംഗ് വീലിന്റെ കോണ്ടാക്ട് സെന്റേഴ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ്, അതിനെയാണ് നമ്മൾ എന്താ പറയാ, ഈ ട്രാക്ക് എന്ന് പറയും. ഇത്രയും കാര്യങ്ങളാണ് അതിനകത്ത് മെയിൻ ആയിട്ടുള്ള കോമ്പണൻസ് വരുന്നത്. അപ്പൊ അതിന്റെ മെയിൻ കോമ്പണൻസിന്റെ കുറച്ചൊരു വീഡിയോ ഉണ്ട്, ജസ്റ്റ് നോക്കാം. Suspension system is the term given to the system of springs, shock absorbers, and linkages that connects a vehicle to its wheels, and allows relative motion between the two. The suspension system separates the wheel axle assembly from body. A vehicle needs a suspension system to cushion and damp out road shocks, so providing comfort to the passengers and preventing damage to the load and vehicle components. The springs and other components compress and expand, as the wheel hits bumps or holes in the road. This allows the wheel to move up and down without moving the vehicle body. Supports the weight of the vehicle.
Provides a smooth ride. Allows rapid cornering without extreme body roll. Keeps tires in firm contact with the road surface. Allows front wheels to turn left or right for steering. Isolates the body from road shocks and vibrations. Prevents excessive body squat, tilting down at rear, when accelerating or heavily loaded. Prevents excessive body dive, tilting down at front, when braking. Suspension system includes steering knuckle, Steering knuckle is that part which contains the wheel hub or spindle, and attaches to the suspension and steering components. The wheel hub and bearing assembly is mounted on steering knuckle. Steering knuckle is mounting with tie rod for steering, lower arm, brake caliper, and strut. Control arm is a movable lever that fastens the steering knuckle to the vehicle's body or frame. Vehicles with short long arm front suspensions have 4 control arms, 2 uppers and 2 lowers. While most strut-equipped vehicles have only 2 lower control arms in the front suspension. Ball joint is chassis part that connects the steering knuckle to the control arm. The ball and socket design of the joint allows it to swivel, so the knuckles can pivot as the wheels are steered. And allows it to arc so the knuckles can follow the vertical motions of the suspension, as it reacts to changes in the road surface. Vehicles with short long arm front suspensions have 4 ball joints, 2 uppers and 2 lowers. While most strut-equipped vehicles have only 2 lower joints in the front suspension. The vehicle body is supported by the suspension springs, which are located between the body and wheel axles. There are 4 main types of springs in common use: coil spring, leaf spring, torsion bar, and rubber spring. A coil spring is simply a spiral of resilient steel rod. It is stretched or compressed by the vertical movement of the wheels. Coil springs are most common springs used in front and rear of passenger cars. Coil springs absorb the force of impact by twisting. The leaf spring is one of the oldest forms of springing. It is usually used on rear-wheel vehicles because of its simplicity. They are normally mounted longitudinally. Leaf springs are constructed of 1 or more strips, long
Arrow spring steel. These metal strips, called leaves, are assembled with plastic or synthetic rubber insulators between the leaves, allowing freedom of movement during spring operation without creating wear or noise. The longest leaf, called the main leaf, is rolled at both ends to form eyes. These eyes are used to mount the spring to the frame of the. The leaves are held together by a center bolt that passes through a hole in the center of each leaf. Rebound clips are formed at intervals around the leaves. They prevent excessive flexing of the main leaf during rebound, and also keep the leaves in alignment. The front end of a leaf spring is mounted to a hanger, with a bolt and rubber bushings directly attached to the frame. The rear end of the leaf spring is attached to the frame with movable mounting hangers called shackles. The leaf spring is also used to locate the axle on the spring. The axle is then clamped to the spring by U-bolt. Sir, exam duty. In the ഒരു സെക്കൻഡ് അയ്യോ ഇന്ന് എല്ലാരും പ്രസന്റ് ആണോ? ഏകദേശം നോക്കട്ടെ. അറ്റൻഡൻസ് ഒന്ന് വേഗം എടുക്കണേ. കാര്യം ഓർത്തില്ല. അഭിരാം അഭിരാമുണ്ട്, അഭിൻ ജോഷി ഉണ്ട്, ആദർശ് കെ ഉണ്ട്, അക്ഷയ് കെ എം ഉണ്ട്, ആൽബിൻ തോമസ്, അമൽ കെ പി ഉണ്ട്, അമൽ കെ സന്തോഷ്, അമൽ എം ഉണ്ട്, അനുരാഗ് സി ഉണ്ട്, ആശ്രയകുമാർ അശ്വിൻ, ഭഗത് വിജയൻ, ഡിജിൻ ജിജോ രാജ്, രാഹുൽ സൂരജ് ഉണ്ടേ, ശ്രീരാഗ് സന്തോഷ്. ഞാൻ ബാക്കി പ്രസന്റ് ഞാൻ നോക്കിയോണ്ട് പറഞ്ഞ. ശ്രീരാഗ് സന്തോഷ്, ഇല്ല. വൈശാഖ് പി, ശ്രീരാഗ് ഉണ്ട്, സൈഡിൽ പറഞ്ഞു. ജിഷ്ണു കെ, ജിഷ്ണു മോഹൻ, രണ്ടും ഉണ്ടല്ലേ? നിഖിൽ ഗോപാൽ സാറുണ്ട്, റോഷിത് പി കെ, പ്രസന്റ്, വിഷ്ണു എ പി, സാർ, തേജസ് മോഹൻ, തേജസ് ഇല്ലേ?
തേജസ് ഇല്ല. റബിൻ ജോഷി പ്രസന്റ്. ആ ദീനിലുണ്ടേ. അതിന്റെ കണ്ട് ഇതിനകത്ത് ചാറ്റ് ബോക്സിൽ കാണാമല്ലോ. ചാറ്റ് ബോക്സില്ല മറ്റേക്കില്ലേ. ആകാശ് പ്രകാശൻ. എക്സാം ഉണ്ട്. ഓക്കെ ഓക്കെ. അഭിനവ് ജയൻ പ്രസന്റ് സാർ. ഗോകുൽ പ്രസാദ് ഇല്ല. സച്ചിൻ സുഷാർ. ഗോകുൽ പ്രസാദും സച്ചിൻ സുഷാറും ഇല്ല അല്ലേ? ഓക്കെ. സച്ചിൻ സുഷാർ, ഗോകുൽ പ്രസാദ്, ആകാശ് പ്രകാശൻ, തേജസ് മോഹൻ, പിന്നെ ശ്രീരാഗ് സന്തോഷ്, ഡിജിൻ, ഭഗത് വിജയൻ. ഓക്കെ, താങ്ക് യു.